ഹായ് ഹലോ, ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മൾ വാഴൻ്റെ അകത്ത് കിട്ടുന്ന ഈ ഉണ്ണിപ്പിണ്ടി ഉണ്ടല്ലോ, വാഴപ്പിണ്ടി, ഉണ്ണിത്തണ്ട്, പണ്ട് കാലത്തൊക്കെ ഈ ട്യൂബ് ലൈറ്റ് എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണിത്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് ഈ വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിട്ട്. ഇനി നമുക്കിതിനെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണേ. ഇനി ഇതിന് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കനം മതിട്ടോ, അധികം കനം വേണ്ട. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളത്തിലിടാം. ഇത് മുറിച്ച് കുറച്ച് നേരം കഴിഞ്ഞത് നല്ല പോലെ കളർ മാറുവേ. കറ പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് വെള്ളത്തിലോട്ട് ഇടുന്നത്. വാഴപ്പിണ്ടി നമ്മൾ കിട്ടുകയെന്ന് വെച്ചാൽ ഒന്നില്ല തോരൻ, അല്ലെങ്കിൽ എന്താ പറയുക, കൊണ്ടാട്ടം അങ്ങനെയൊക്കെ ചെയ്യാറല്ലേ പതിവ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി, ഇത് ചാറ്റ് മസാലയാണ്, ചിക്കൻ മസാല, ഒരല്പം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, കടലമാവ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ. ഇനി നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണേ. ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുപ്പത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഓരോന്നായിട്ട് പെറുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒറ്റ വേർവെടുത്ത് വേണം ഇടാനായിട്ട്. ഇല്ലയെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒട്ടിപ്പിടിക്കും. പിന്നെ എണ്ണയിലിടുന്ന സമയത്ത് തീ വളരെ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലയെന്ന് വെച്ചാൽ വെളി ഭാഗം പെട്ടെന്ന് കരിയുകയും ചെയ്യും, അകം വേവുമില്ല. ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യമെങ്കിൽ 2 വെളുത്തുള്ളി ചതച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ണിത്തണ്ട് നേരാക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് കൂടുതൽ ആൾക്കാരും ഉണ്ണിത്തണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ തടി കുറയാനായിട്ട് ഉണ്ണിത്തണ്ടിൻ്റെ ജ്യൂസും പിന്നെ കൊണ്ടാട്ടം, മുതിര കൊണ്ടുള്ള പുഴുക്ക് അങ്ങനെയെല്ലാം ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇനി ഉണ്ണിത്തണ്ട് കിട്ടുകയാണെങ്കിൽ ആരും വെറുതെ കളയരുത്. നമുക്ക് പെട്ടെന്നൊന്നും ഇത് കിട്ടില്ല. ഇത് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിത്തണ്ട് കൊണ്ടുള്ള ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. വെളി നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഉണ്ണിത്തണ്ട് കൊണ്ടാണ് ഇത്രയും ടേസ്റ്റായിട്ടുള്ള ചില്ലി ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ആരും നിസ്സാരക്കാരനല്ല എന്നുള്ളത്. അപ്പോൾ ഇനി ഉണ്ണിത്തണ്ട് കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഈ വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ.